ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ അറിഞ്ഞിരുന്നില്ല. മനഃപൂർവ്വം നിങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ചെന്നൈയിലോട്ട് വന്നത് ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയല്ല. ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഹരിയെ കാണാൻ വേണ്ടിയാ. ആരെയും പരിചയമില്ലാത്ത സിറ്റിയില് കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഹരിക്ക് വേണ്ടി കാത്തിരിക്കുക. ഹരി ഇന്ന് ചെന്നൈയിലെത്തും. ഹരിയുമായി ആലോചിക്കാതെ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഓഹോ, അപ്പൊ അവൻ നിന്നെ കൊണ്ട് മുങ്ങാൻ തീരുമാനിച്ച ഞങ്ങൾ വായും പഠിച്ച് നോക്കിയിരിക്കും അല്ലേ? നടക്കൂല മോളെ, ഉമേഷ് പരിപാടി നടക്കൂല. എന്റെ ഫോൺ ഒന്ന് തരാവോ? ഹരിനൊന്ന് വിളിച്ചു നോക്കാനാ. ഞങ്ങളെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. ചാർജറോട് വെച്ചിരിക്കണ നീ കാണാനില്ലല്ലോ. തങ്കമ്മ വിളിച്ചു പറഞ്ഞേക്ക് നാളെ കാലത്ത് ഓട്ടം പോണ്ട, ഒരു വണ്ടി നേരെ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി. ഹലോ ഹരി, ഹരി എവിടെ എത്തി? ഇവിടെ നാട്ടിൽ നിന്ന് ആൾക്കാർ എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. അവളുടെ കെട്ടയച്ചിട്ട് എന്തിനാണ് ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ? ഇന്ന് പുറപ്പെടാൻ പറ്റിയില്ല, നാളെ വരാൻ പറ്റുള്ളൂ. ഒരു നാളെയുമില്ല, ഇന്ന് വൈകുന്നേരം നിന്നെ കൂടെ നിങ്ങൾ നാട്ടിലേക്കൂ. ഉമേഷ്, ജസ്റ്റ് മോമെന്റ്, ഞാൻ ഡേസിയോടൊന്ന് സംസാരിക്കട്ടെ. താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി. ഐ ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. താൻ എന്നെ കയറി പ്രേമിക്കാനൊന്നും വരണ്ട. തനിക്ക് കാശ് എഴുതി തരാൻ ഞാനല്ലേ, ഞാൻ പറഞ്ഞ ജോലി ചെയ്താൽ മതി. ഒരുമാതിരി ബൂർഷ ടോണിൽ എന്നോട് സംസാരിക്കരുത്. സംസാരിച്ചാണ് എന്ത് ചെയ്യൂ? I'll chop your head off if this come back. ഇംഗ്ലീഷ് തെറിവാ ബ്ലഡി ഫൂൾ. ബാക്കിലോട്ട് വരാൻ I'm fine. ഉമേഷ്, നീ ഒന്ന് അടങ്ങടാ. അവനെ വിളിക്കാനായിട്ട്. അവനെ വിട്, അവളെ നമുക്ക് നാട്ടിൽ കൊണ്ടുപോണ്ടേ. എടാ അത് തന്നെയല്ലേ സംസാരിച്ചോണ്ടിരുന്നേ. ചാടി കടിക്കാൻ ചെന്നിട്ട് കാര്യമില്ല, സംസാരിച്ച് മയപ്പെടുത്തി കൊണ്ടുപോകണം. നാട്ടിൽ ചെന്ന് നമ്മളെ പറ്റി വില വേണ്ടാതിനെ പറഞ്ഞ മോനെ പെണ്ണിന്റെ വാക്ക അകത്തു പോവും. ഇനി ദേവി ഇത് ബേളം ഉണ്ടാക്കരുത് പ്ലീസ്. നീ അവനെ കൊണ്ടുപോയത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ. വെറുതെ ചിരിപ്പിക്കരുത്. അവളോട് ചോദിക്കാനുള്ള പോയി ചോദിക്കും.